22/84 ആലപ്പുഴയിലെ മാവേലിക്കര പോലീസ് സ്റ്റേഷനിൽ തെളിയാതെ കിടക്കുന്ന ഒരു കേസ് ഫയലാണിത്. 4 പതിറ്റാണ്ടിനിപ്പുറം ക്രൈംബ്രാഞ്ച് ഈ കേസ് ഒന്നും കൂടി പൊടി തട്ടിയെടുക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കേസിന് ആധാരമായ പ്രതിയെ കണ്ടു എന്ന് മൊഴി നൽകിയ ഒരു നേഴ്സിനെ വീണ്ടും ചോദ്യം ചെയ്യുകയാണ്. കേരളത്തെ നടുക്കിയ ആ കേസ് ഒന്നും കൂടി നമുക്ക് റിവൈൻഡ് ചെയ്താലോ? വെൽക്കം ബാക്ക് ടു റിവൈൻഡ് മലയാളം. ഏകദേശം 42 വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1984 ജനുവരി 22, മാവേലിക്കരയ്ക്കടുത്തുള്ള കുന്നുമ്മൽ ഗ്രാമം. സമയം ഏകദേശം പുലർച്ചെ 3 മണിയായി കാണും. ആ സമയത്ത് അഴുതുവഴി പോയ ഒരു വഴിയാത്രക്കാരൻ അതിഭീകരമായ ഒരു കാഴ്ച കാണുകയാണ്. ഉടനെ തന്നെ അയാൾ അടുത്തുള്ള ഒരു വീട്ടിൽ പോയി വാതിലിൽ മുട്ടുന്നു. വാതിൽ തുറന്നു വന്നത് സുരേഷ് കുമാർ എന്നൊരാളായിരുന്നു. സുരേഷ് കുമാറിനോട് ആ വഴിയാത്രക്കാരൻ പറയുകയാണ്, പാടത്ത് ഒരു കാർ തീ പിടിച്ച് ആളിക്കത്തുകയാണ്, എനിക്ക് ഒറ്റയ്ക്ക് തീയണയ്ക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ ഒന്ന് വേഗം വരണമെന്ന് പറയുകയാണ്. ഉടനെ തന്നെ സുരേഷ് കുമാർ തൻ്റെ അയൽവാസിയായ രാധാകൃഷ്ണൻ ആശാരിയെ വിവരം അറിയിക്കുകയാണ്. അങ്ങനെ രാധാകൃഷ്ണനും സുരേഷ് കുമാറും അയൽവാസികളിൽ എല്ലാവരും ചേർന്ന് സംഭവ സ്ഥലത്തെത്തുകയാണ്. ആളി കത്തിക്കൊണ്ടിരുന്ന തീ അണയ്ക്കാനുള്ള ശ്രമം തുടങ്ങുകയാണ്. ഇതിനിടയിൽ എന്തൊക്കെയോ ദുരൂഹതകൾ തോന്നിയ രാധാകൃഷ്ണൻ വേഗം തൻ്റെ വീട്ടിലേക്ക് ഓടി ലാൻഡ് ലൈനിൽ നിന്ന് മാവേലിക്കര പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയാണ്. ഞങ്ങൾ കുന്നം ഗ്രാമത്തിൽ നിന്ന് വിളിക്കുകയാണ്. ഇവിടെ പാടത്ത് ഒരു അംബാസിഡർ കാർ മറിഞ്ഞ് തീ ആളിക്കത്തുകയാണ്. ഞങ്ങൾ നാട്ടുകാരെല്ലാം ചേർന്ന് തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നുണ്ട്, നിങ്ങൾ വേഗം വരണമെന്ന് പറയുകയാണ്. അടുത്ത ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ആ കാർ പൂർണ്ണമായും കത്തി നശിച്ചുവെങ്കിലും ആ കാറിൻ്റെ നമ്പർ പ്ലേറ്റ് മാത്രം അവിടെ ഉണ്ടായിരുന്നവർക്ക് തെളിഞ്ഞു കാണാമായിരുന്നു. KLQ 7831 അതായിരുന്നു കാറിൻ്റെ നമ്പർ. അവിടെ ഉണ്ടായിരുന്നവർ പരസ്പരം ഇത് ആരുടെ കാർ ആയിരിക്കുമെന്ന് ചോദിക്കാൻ ആരംഭിക്കുകയാണ്. പുലർച്ചെ 5:30 സംഭവ സ്ഥലത്ത് മാവേലിക്കര SP രാമചന്ദ്രനും DYSP ഹരിദാസും എത്തുകയാണ്. DYSP ഹരിദാസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അവിടമാകെ പരിശോധിക്കാൻ ആരംഭിക്കുകയാണ്. അവർക്ക് അവിടെ നിന്ന് വിദേശ നിർമ്മിതമാണെന്ന് തോന്നിക്കുന്ന 2 ഹാൻഡ് ഗ്ലൗസും അതിൽ കുറച്ച് തലമുടിയും ഒരു കന്നാസും ഒരു തീപ്പെട്ടിയും കാണാൻ സാധിക്കുകയാണ്. നേരം കുറച്ചും കൂടി വെളുത്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരും നാട്ടുകാരും ഒരുമിച്ച് നെട്ടുകയാണ്. കാരണം ആ കത്തിക്കരിഞ്ഞ കാറിൻ്റെ ഡ്രൈവർ സീറ്റിൽ പാതി കത്തിക്കരിഞ്ഞ ഒരു മൃതദേഹം കാണുകയാണ് അവിടെ ഉണ്ടായിരുന്നവർ. പോലീസുകാർ ആ മൃതദേഹം പുറത്തെടുത്ത് പരിശോധിക്കുകയാണ്. കാറിൻ്റെ നമ്പറും നാട്ടുകാരുടെ പ്രതികരണങ്ങളും വെച്ച് നോക്കുമ്പോൾ ഗൾഫുകാരൻ സുകുമാരക്കുറുപ്പിൻ്റെ ബോഡിയാണ് അതെന്ന നിഗമനത്തിലെത്തുകയാണ് പോലീസുകാർ. ഉടനെ തന്നെ DYSP ഹരിദാസ് സുകുമാരക്കുറുപ്പിൻ്റെ മരണവിവരം വീട്ടിൽ അറിയിക്കാൻ 2 പോലീസുകാരെ സുകുമാരക്കുറുപ്പിൻ്റെ വീട്ടിലേക്ക് അയക്കുകയാണ്. പോലീസുകാർ മരണവിവരം വീട്ടിൽ അറിയിച്ചപ്പോൾ സുകുമാരക്കുറുപ്പിൻ്റെ ബന്ധുക്കൾക്കോ അവിടെയുണ്ടായിരുന്ന ബാക്കിയുള്ളവർക്കോ യാതൊരു ഞെട്ടലോ സങ്കടമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ആ വീടിൻ്റെ മുന്നിൽ പുതിയൊരു കാർ കൂടി കിടക്കുന്നുണ്ടായിരുന്നു. KLY 5959 എന്ന സുകുമാരക്കുറുപ്പിൻ്റെ പുതിയ കാറായിരുന്നു അത്. പുതിയൊരു കാർ ഉള്ളപ്പോൾ എന്തിനാണ് സുകുമാരക്കുറുപ്പ് പഴയ കാറിൽ യാത്ര ചെയ്തത് എന്ന ചോദ്യം ഉയരുകയാണ് പോലീസുകാർക്ക്. അങ്ങനെ പോലീസുകാർ DYSP ഹരിദാസിൻ്റെ മുന്നിലെത്തി ആ വീട്ടിൽ സംഭവിച്ച കാര്യങ്ങളും ആ കാർ പോർച്ചിൽ കിടന്ന സുകുമാരക്കുറുപ്പിൻ്റെ പുതിയ കാറിനെ കുറിച്ചും DYSP ഹരിദാസിനെ അറിയിക്കുകയാണ്. കുറച്ച് സമയങ്ങൾക്ക് ശേഷം DYSP ഹരിദാസ് പോസ്റ്റ്മോർട്ടത്തിന് എഴുതി കൊടുക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് എഴുതി കൊടുത്ത DYSP ഹരിദാസ് പേരിൻ്റെ ഭാഗത്ത് സുകുമാരക്കുറുപ്പ് എന്ന് സംശയിക്കുന്ന ആൾ എന്ന് എഴുതി കൊടുത്തതാണ് ഈ കേസിൻ്റെ നിഗൂഢതകൾ ചുരുളെഴിയാൻ കാരണമാകുന്നത്. അങ്ങനെ DYSP ഹരിദാസിൻ്റെ നേതൃത്വത്തിൽ ആ വയലിൽ തന്നെ ഒരു മറയുണ്ടാക്കി അന്നത്തെ പോലീസ് സർജനായിരുന്ന ഡോക്ടർ B ഉമാദത്തിൻ്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം ആരംഭിക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ പോസ്റ്റ്മോർട്ടം പൂർത്തിയാകുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇങ്ങനെ പറയുന്നു, മരിച്ചയാളുടെ ശ്വാസകോശത്തിലോ ശ്വാസനാളത്തിലോ കരിയുടെയോ പുകയുടെയോ യാതൊരു അംശവുമില്ല. ശരീരത്തിലെ മുഴുവൻ ഭാഗങ്ങളും കത്തിയിട്ടുമില്ല. ശരിക്കും ഓടിച്ചുകൊണ്ടിരുന്ന കാറാണ് കത്തിപ്പിടിച്ചതെങ്കിൽ ശരീരം മുഴുവനായി കത്തണം. അതുമാത്രമല്ല, ശ്വാസനാളത്തിൽ പുകയുടെ അംശവും കാണേണ്ടതാണ്. കൂടാതെ മരിച്ചയാൾ ഈതർ കലർന്ന മദ്യവും കഴിച്ചിട്ടുമുണ്ട്. ഒടുവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അതൊരു കൊലപാതകം ആയിരിക്കാം എന്ന നിഗമനത്തിലെത്തുകയാണ് പോലീസുകാർ. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം സുകുമാരക്കുറുപ്പിൻ്റെ മൃതദേഹം അന്ന് വൈകുന്നേരം തന്നെ വീട്ടിൽ സംസ്കരിക്കുകയാണ്. പിറ്റേന്ന് ഈ കേസിൻ്റെ ഭാഗമായി DYSPയും സംഘവും സുകുമാരക്കുറുപ്പിൻ്റെ വീട്ടിലെത്തുമ്പോൾ ഒരു മരണവീടിൻ്റെ അന്തരീക്ഷമല്ല അവർക്ക് അവിടെ കാണാൻ സാധിച്ചത്. ആ വീട്ടിലുണ്ടായിരുന്ന ആരുടെയും മുഖത്ത് സങ്കടമില്ല. മാത്രമല്ല, ആ വീട്ടിൽ ചിക്കൻ കറി പാകം ചെയ്യുകയും അവിടുത്തെ ഡൈനിങ് ടേബിളിൽ വച്ചിരിക്കുന്നതും കാണുകയാണ് DYSP ഹരിദാസും സംഘവും. നാട്ടു നടപ്പല്ലാത്ത കാര്യങ്ങൾ കാണുന്ന പോലീസുകാർക്ക് സംശയങ്ങൾ വർദ്ധിക്കുകയും സുകുമാരക്കുറുപ്പിൻ്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തുകയുമാണ്. പ്രീ ഡിഗ്രി പഠനത്തിന് ശേഷം സുകുമാരക്കുറുപ്പ് എന്നറിയപ്പെടുന്ന ഗോപാലക്കുറുപ്പ് വ്യോമസേനയിൽ ചേരുകയാണ്.
പക്ഷേ അവിടുത്തെ ചിട്ടയായ ജീവിതവും നിയമങ്ങളും പാലിക്കാൻ ഗോപാലക്കുറുപ്പ് തയ്യാറല്ലായിരുന്നു. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പുറത്തു കടക്കണം എന്ന് കടുത്ത തീരുമാനമെടുത്ത ഗോപാലക്കുറുപ്പ് ലീവിനായി നാട്ടിലേക്ക് വരികയും താൻ മരിച്ചെന്ന വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി വ്യോമസേനയ്ക്ക് അയച്ചു കൊടുക്കുകയുമാണ്. അതിൻ്റെ ഭാഗമായി വേരിഫിക്കേഷൻ വന്ന പോലീസുകാരന് വലിയൊരു തുക കൈക്കൂലി കൊടുത്ത് ഒതുക്കുകയുമാണ് ഗോപാലക്കുറുപ്പ്. ഇനി നാട്ടിൽ നിന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കുന്ന ഗോപാലക്കുറുപ്പ് സുകുമാരക്കുറുപ്പ് എന്ന പേരിൽ വ്യാജ പാസ്പോർട്ട് ഉണ്ടാക്കി ഗൾഫിലേക്ക് പറക്കുകയുമാണ്. സുകുമാരക്കുറുപ്പിനെ കുറിച്ച് വ്യക്തമായ ചിത്രം ലഭിച്ച ഡിവൈഎസ്പി ഹരിദാസ് സുകുമാരക്കുറുപ്പിനെ കുറിച്ച് കൂടുതൽ അറിയാനും കാറിൻ്റെ വിവരങ്ങൾ അറിയാനുമായി അളിയനായ ഭാസ്കരപിള്ളയെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയാണ്. സ്റ്റേഷനിലേക്ക് വന്ന ഭാസ്കരപിള്ള ഒരു പ്രത്യേക വേഷവിധാനത്തിലാണ് ഡിവൈഎസ്പിയുടെ മുന്നിലെത്തുന്നത്. അതായത് അന്നത്തെ കാലഘട്ടത്തിൽ ഫുൾ സ്ലീവ് ഷർട്ട് ധരിക്കുന്നത് വളരെ വിരളമായിരുന്നു. അതുമാത്രമല്ല, അയാൾ എന്തൊക്കെയോ മറയ്ക്കുന്നതായി സംശയം തോന്നിയ ഡിവൈഎസ്പി ഹരിദാസ് താങ്കളുടെ കൈ മടക്കി വയ്ക്കാമോ എന്ന് ചോദിക്കുകയാണ്. ആദ്യമൊക്കെ മുട്ടാപ്പോക്ക് ന്യായമൊക്കെ പറഞ്ഞ് ഷർട്ടിൻ്റെ കൈ മടക്കാൻ തയ്യാറല്ലാതിരുന്ന ഭാസ്കരപിള്ള പോലീസ് മുറയിൽ ചോദിച്ചപ്പോൾ ഷർട്ടിൻ്റെ കൈ മടക്കുകയാണ്. അപ്പോഴാണ് കൈമുട്ടിൻ്റെ താഴെയായി തീ പൊള്ളിയ ഒരു പാട് ഡിവൈഎസ്പി കാണുന്നത്. പോലീസുകാർ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ താനാണ് സുകുമാരക്കുറുപ്പിനെ കൊന്നതെന്ന് സമ്മതിക്കുകയാണ്. എന്തിനാണ് കൊന്നതെന്ന് ചോദിച്ചപ്പോൾ ഗൾഫിൽ പോകാമെന്ന് പറഞ്ഞ് പല തവണയായി സുകുമാരക്കുറുപ്പ് എൻ്റെ കയ്യിൽ നിന്ന് 50,000 രൂപ വാങ്ങിയിട്ടുണ്ട്, അത് തിരിച്ചു ചോദിച്ചാൽ തരുന്നുമില്ല, അതിൻ്റെ ദേഷ്യത്തിൽ ഞാനാണ് വണ്ടിയോടുകൂടി സുകുമാരക്കുറുപ്പിനെ കത്തിച്ചതെന്ന് പറയുകയാണ്. പക്ഷേ ഇതൊന്നും വിശ്വസിക്കാത്ത ഡിവൈഎസ്പി ഹരിദാസ് വീണ്ടും സുകുമാരക്കുറുപ്പിൻ്റെ വീട്ടിലെത്തി വീടിൻ്റെ ചുറ്റുപാടൊക്കെ പരിശോധിക്കുകയാണ്. അതിനുശേഷം ഡിവൈഎസ്പി നേരെ പോയത് ആ വീടിൻ്റെ കാർ പോർച്ചിലേക്കാണ്. കാർ പോർച്ച് വിശദമായി പരിശോധിക്കുകയാണ് ഡിവൈഎസ്പി ഹരിദാസ്. ആ കാർ പോർച്ചിൻ്റെ ഒരു കോർണറിലായി എന്തൊക്കെയോ കത്തിച്ചതിൻ്റെ പാടുകൾ കാണുന്ന ഡിവൈഎസ്പിക്ക് അവിടെ നിന്നും കുറച്ച് തലമുടിയുടെ ഭാഗങ്ങളും കിട്ടുന്നു. അത് പരിശോധനയ്ക്ക് അയക്കുകയാണ്. റിസൾട്ടിൽ ഗ്ലൗസിൽ നിന്ന് ലഭിച്ച തലമുടിയും കാർ പോർച്ചിൽ നിന്ന് ലഭിച്ച തലമുടിയും ഒരാളുടേതാണെന്ന് അറിയാൻ സാധിക്കുന്നു. ഇതിനിടയിൽ സുകുമാരക്കുറുപ്പിൻ്റെ ഡ്രൈവറായ പൊന്നപ്പനെ ഈ ഒരു സംഭവം നടന്നതിന് ശേഷം കാണാനില്ല എന്ന വാർത്തകൾ നാട്ടിലെങ്ങും വ്യാപിക്കുകയാണ്. പോലീസുകാർ പൊന്നപ്പനെ അന്വേഷിച്ച് എത്തിച്ചേരുന്നത് ആലപ്പുഴയിലെ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ലാബ് അസിസ്റ്റൻ്റായ മധുവിൻ്റെ അടുത്താണ്. അവർ പൊന്നപ്പനെക്കുറിച്ച് അന്വേഷിക്കുന്നു. പൊന്നപ്പൻ ഇവിടെ വന്നിരുന്നുവെന്നും ഒരു ട്രങ്ക് കോളും ഒരു ടെലഗ്രാമും അയച്ചിരുന്നുവെന്നും പറയുകയാണ്. ട്രങ്ക് കോൾ ചെയ്തത് വിദേശത്തുള്ള സുകുമാരക്കുറുപ്പിൻ്റെ ഭാര്യയായ സരസമ്മയ്ക്കായിരുന്നുവെന്നും സുകുമാരക്കുറുപ്പ് മരിച്ചു, നാട്ടിലേക്ക് വരിക എന്ന മെസ്സേജ് ആയിരുന്നു അതെന്നും പറയുകയാണ്. ടെലഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് അന്വേഷിച്ച് പോലീസ് എത്തിയത് ആലപ്പുഴയിലെ അലങ്കാർ ലോഡ്ജിലായിരുന്നു. ലോഡ്ജ് ഉടമയെ സുകുമാരക്കുറുപ്പിൻ്റെ ഫോട്ടോ കാണിച്ച് ഇയാൾ ഇവിടെ വന്നിരുന്നെന്ന് ചോദിക്കുകയാണ്. ഫോട്ടോ തിരിച്ചറിഞ്ഞ ലോഡ്ജ് ഉടമ പറയുകയാണ്, ഇയാൾ ഇവിടെ വന്നിരുന്നു, വേണുഗോപാൽ ആലപ്പുഴ എന്ന പേരിൽ ജനുവരി 22, 23 തീയതികളിൽ ഇവിടെ താമസിച്ചു എന്ന് പറയുകയാണ്. ഇത്രയും ആയ സ്ഥിതിക്ക് കാറിൽ കത്തിക്കരിഞ്ഞ മൃതദേഹം സുകുമാരക്കുറുപ്പിൻ്റെതല്ല എന്ന് ഉറപ്പിക്കുകയാണ് പോലീസുകാർ. പക്ഷെ മരിച്ചത് സുകുമാരക്കുറുപ്പ് അല്ലെങ്കിൽ പിന്നെ ആരുടേതാണ് ആ കത്തിക്കരിഞ്ഞ മൃതദേഹം? ആരാണ് ആ കൊലപാതകം നടത്തിയത്? എന്തിനാണ് ആ കൊലപാതകം നടത്തിയത് എന്ന ചോദ്യങ്ങൾ പോലീസുകാരെ വല്ലാതെ കുഴപ്പിക്കുകയാണ്. പോലീസ് അന്വേഷണത്തിൻ്റെ അടുത്ത ഘട്ടമെന്ന വണ്ണം ആയിടയ്ക്കായി നടന്ന മാൻ മിസ്സിംഗ് കേസുകൾ ഏതൊക്കെയാണെന്ന് അന്വേഷിക്കുകയാണ്. അപ്പോഴാണ് ഹരിപ്പാട് സ്റ്റേഷനിൽ ഒരു മാൻ മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട വിവരം ഡിവൈഎസ്പി അറിയുന്നത്. ജനുവരി 21 തീയതി മുതൽ തത്തമ്പള്ളി ചാക്കോ എന്നയാളെ കാണാനില്ല എന്നതായിരുന്നു പരാതി. പരാതിയുടെ അടിസ്ഥാനത്തിൽ തത്തമ്പള്ളി ചാക്കോയുടെ വീട്ടിലെത്തുകയാണ് ഡിവൈഎസ്പി ഹരിദാസും സംഘവും. അവർ അവിടെയുണ്ടായിരുന്ന തത്തമ്പള്ളി ചാക്കോയുടെയും സുകുമാരക്കുറുപ്പിൻ്റെയും ഫോട്ടോകൾ ഒരുമിച്ച് വെച്ച് നോക്കിയപ്പോൾ ധാരാളം സാമ്യതകൾ കാണുകയാണ്. രണ്ടുപേരും ഏകദേശം ഒരേപോലെ ഇരിക്കുന്നു. ഹൈറ്റും വെയ്റ്റും ഹെയർ സ്റ്റൈലും എല്ലാം ഒരേപോലെ. അങ്ങനെയാണെങ്കിൽ കാറിൽ കണ്ട ബോഡി തത്തമ്പള്ളി ചാക്കോയുടേതായിരിക്കാമെന്ന സംശയം ഉയരുകയും സുകുമാരക്കുറുപ്പിൻ്റെതാണെന്ന് പറഞ്ഞ് കുഴിച്ചിട്ട ഡെഡ് ബോഡി വീണ്ടും കുഴിച്ചെടുത്ത് പരിശോധന ആരംഭിക്കുകയുമാണ് പോലീസുകാർ. അതിനായി ചാക്കോയുടെ വീട്ടിൽ നിന്നും സംഘടിപ്പിച്ച ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കുഴിച്ചെടുത്ത തലയോട്ടിയും ചേർത്ത് സൂപ്പർ ഇമ്പോസിഷൻ ടെക്നോളജി വഴി രണ്ടും ഒരാളാണെന്ന് തിരിച്ചറിയുകയാണ് പോലീസ്. കൂടാതെ ആ ബോഡിയിലെ കാൽപാദത്തിലെ ഒരു എല്ലെടുത്ത് കൃത്രിമ കാൽപാദം നിർമ്മിക്കുകയും അതിൽ ചാക്കോയുടെ ചെരുപ്പ് അണിയിച്ചു നോക്കിയപ്പോൾ അതും കൃത്യമായിരുന്നു. പക്ഷേ എന്തിനാണ് സുകുമാരക്കുറുപ്പ് ചാക്കോയുടെ ബോഡി തൻ്റെ ബോഡിയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചത്? ചാക്കോയും സുകുമാരക്കുറുപ്പും തമ്മിലുള്ള ബന്ധമെന്ത്? അതറിയാൻ സുകുമാരക്കുറുപ്പിൻ്റെ വിശ്വസ്തനായ ഡ്രൈവർ പൊന്നപ്പനെ കണ്ടെത്തണം. ഒടുവിൽ ഫെബ്രുവരി 2 തീയതി പൊന്നപ്പനെ കണ്ടെത്തുകയാണ് പോലീസ്. പൊന്നപ്പനിൽ നിന്നും ചുരുളഴിയുകയാണ് ആ മൃഗീയ കൊലപാതകത്തിൻ്റെ കഥ. ഗൾഫിലെ കൂട്ടപ്പിരിച്ചുവിടലിൽ ഉൾപ്പെട്ട സുകുമാരക്കുറുപ്പ് നാട്ടിലേക്ക് മടങ്ങുകയാണ്. അയാളെ പിക്ക് ചെയ്യാൻ പോയത് ഞാനും അയാളുടെ അളിയനായ ഭാസ്കരൻ പിള്ളയുമായിരുന്നു. ഇത്തവണ സുകുമാരക്കുറുപ്പിൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ടായിരുന്നു, ഷാഹു എന്ന തൃശ്ശൂർക്കാരൻ. അങ്ങനെ 4 പേര് കൂടി ചേർന്ന് കാറിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ സുകുമാരക്കുറുപ്പ് പറയുകയാണ്, ഗൾഫിൽ 15 ലക്ഷത്തിൻ്റെ ഒരു ഇൻഷുറൻസ് ഞാൻ ചേർന്നിട്ടുണ്ട്,
ആ തുക മുഴുവൻ കിട്ടണമെങ്കിൽ ഞാൻ മരിക്കണം. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് ഒരുപാട് പൈസ ആവശ്യവുമാണ്. പാതി വഴിയിൽ നിൽക്കുന്ന വീട് പണി പുനരാരംഭിക്കണം. അതിനൊരു പ്ലാൻ ഞാൻ പറയാമെന്ന് പറഞ്ഞ് തൻ്റെ പ്ലാൻ അവതരിപ്പിക്കുകയാണ് സുകുമാരക്കുറുപ്പ്. അതായത് തൻ്റെ ഹൈറ്റും വെയ്റ്റും രൂപസാദൃശ്യമുള്ള ഒരു ഡെഡ് ബോഡി കണ്ടെത്തുക, അതിനെ കത്തിക്കുക, ഒടുവിൽ അത് താനാണെന്ന് വരുത്തി തീർക്കുക, അതുവഴി ഇൻഷുറൻസ് തുക മുഴുവൻ വാങ്ങിച്ചെടുക്കുക. ഇതായിരുന്നു സുകുമാരക്കുറുപ്പിൻ്റെ മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത്. കിട്ടുന്ന തുകയിൽ ബാക്കി 3 പേർക്കും ഒരു വിഹിതം തരാമെന്ന് പറഞ്ഞ് ഈ ഒരു പ്ലാൻ നടത്താൻ കൂടെ നിൽക്കണമെന്ന് പറയുകയാണ് സുകുമാരക്കുറുപ്പ്. പിന്നീടുള്ള ദിവസങ്ങളിൽ സുകുമാരക്കുറുപ്പും സംഘവും സുകുമാരക്കുറുപ്പിൻ്റെ തന്നെ 2 കാറുകളിലായി കോട്ടയത്തെയും ആലപ്പുഴയിലെയും മെഡിക്കൽ കോളേജുകളിൽ ഡെഡ് ബോഡിക്കായി പരതിയെങ്കിലും അവർക്ക് ഉദ്ദേശിച്ച ഡെഡ് ബോഡി കിട്ടുന്നില്ല. ദിവസങ്ങൾ കടന്നു പോകുന്നു. അവർ ഉദ്ദേശിച്ച ഡെഡ് ബോഡി ലഭിക്കാത്തത് കൊണ്ട് തന്നെ സുകുമാരക്കുറുപ്പ് പ്ലാനിൽ മാറ്റം വരുത്തുകയാണ്. അതായത് തന്നെ പോലുള്ള ഒരാളെ കൊല്ലുക. അങ്ങനെ 4 പേരും കുറുപ്പിനെ പോലുള്ള ഒരാളെ അന്വേഷിച്ച് നാടെങ്ങും പരക്കം പായുകയാണ്. ഒടുവിൽ അവർ 1984 ജനുവരി 21 രാത്രി കരുവാറ്റയിലുള്ള ഒരു തിയേറ്ററിൻ്റെ മുന്നിലെത്തുകയും പൊന്നപ്പൻ ഓടിച്ച കാറിന് ഒരാൾ ലിഫ്റ്റ് ചോദിച്ച് കൈ കാണിക്കുകയുമാണ്. കാറിൽ കയറിയ ആളെ സൂക്ഷിച്ചു നോക്കുന്ന 3 പേർക്കും സുകുമാരക്കുറുപ്പുമായി കാറിൽ കയറിയ ആൾക്ക് ധാരാളം സാമ്യതകൾ ഉള്ളതായി കണ്ടെത്തുകയും അയാളെ കൊലപ്പെടുത്താൻ തീരുമാനിക്കുകയുമാണ്. അതിനായി അയാളെ നിർബന്ധിച്ച് മദ്യം കഴിപ്പിക്കാൻ നോക്കിയെങ്കിലും അയാൾ അതിന് വഴങ്ങാതെ വന്നപ്പോൾ ഈതർ കലർന്ന മദ്യം 3 പേരും ചേർന്ന് ചാക്കോയുടെ വായിൽ ഒഴിച്ചു കൊടുക്കുകയും ഭാസ്കരൻ പിള്ള ഒരു തോർത്തുകൊണ്ട് ചാക്കോയുടെ കഴുത്ത് നെരിച്ച് കൊലപ്പെടുത്തുകയുമാണ്. ചാക്കോയുടെ മരണം സ്ഥിരീകരിച്ച ശേഷം ആ 4 പേരും ചേർന്ന് ബോഡി സുകുമാരക്കുറുപ്പിൻ്റെ ഭാര്യ വീട്ടിലെ കാർ പോർച്ചിലെത്തിച്ച് മുഖവും ശരീരത്തിലെ ചില ഭാഗങ്ങളും കരിയിച്ച് കളയുകയാണ്. അതിനുശേഷം സുകുമാരക്കുറുപ്പിൻ്റെ ഡ്രസ്സ് ചാക്കോയുടെ ബോഡിയിൽ ധരിപ്പിക്കുകയും മാവേലിക്കരയിലെ തണ്ണിമുക്കം പുഞ്ചയ്ക്ക് സമീപം കാറിൻ്റെ ഡ്രൈവർ സീറ്റിൽ ബോഡിയെ ഇരുത്തുകയും പെട്രോൾ ഒഴിച്ച് കാർ കത്തിക്കുകയുമാണ് സുകുമാരക്കുറുപ്പും സംഘവും. പിന്നീട് ഡ്രൈവർ പൊന്നപ്പനെയും ഭാസ്കരപിള്ളയെയും ഷാഹുവിനെയും അറസ്റ്റ് ചെയ്ത പോലീസ് ആദ്യത്തെ 2 പേർക്ക് ജീവപര്യന്ത കഠിന തടവും ഷാഹുവിനെ മാപ്പുസാക്ഷിയുമാക്കുകയാണ്. ഇതിനെല്ലാം കാരണക്കാരനായ സുകുമാരക്കുറുപ്പ് ഒളിവിൽ പോവുകയും ഇന്ത്യക്കകത്തും പുറത്തുമായി പല സ്ഥലങ്ങളിലും കണ്ടതായി പലരും റിപ്പോർട്ട് ചെയ്തെങ്കിലും ഈ നിമിഷം വരെ സുകുമാരക്കുറുപ്പിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. അത്തരത്തിൽ സുകുമാരക്കുറുപ്പിനെ കണ്ടു എന്ന് രത്നമ്മ എന്ന നേഴ്സിൻ്റെ മൊഴി ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. അതുമാത്രമല്ല, ഈ കേസ് അന്വേഷിച്ചിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സുകുമാരക്കുറുപ്പ് 2017 വരെ ജീവിച്ചിരുന്നതായി അവകാശപ്പെടുന്നുണ്ട്. അയാൾ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ജീവിക്കുന്നുവെങ്കിൽ അയാളുടെ പ്രായമെന്ന് പറയുന്നത് 80 വയസ്സിന് മുകളിലായിരിക്കും. പോലീസ് കണ്ടെത്തട്ടെ, അയാൾ ജീവനോടെ ഉണ്ടോ ഇല്ലയോ, അയാൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ടേക്ക് കെയർ, ബൈ.